നമസ്കാരം. ജ്യോതിഷം അനുസരിച്ച് ഗ്രഹങ്ങൾ ഒരു നിശ്ചിത ഇടവേളകളിൽ സംക്രമിക്കുകയും അതേപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളുമായി സംയോജിക്കുകയും ചെയ്യുന്നതാകുന്നു. ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ അതിൻ്റെ സ്വാധീനം പ്രകടമാകുന്നു എന്നതാണ് വാസ്തവം. മനുഷ്യ ജീവിതത്തിൽ അത് പ്രകടമാവുക തന്നെ ചെയ്യും. രാഹുഗ്രഹം ഇപ്പോൾ മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മാർച്ച് 7 ബുധൻ ഗ്രഹവും മീനം രാശിയിൽ സഞ്ചരിക്കാൻ പോവുകയാണ്. ഈ സമയം മീനം രാശിയിൽ രാഹുവും ബുധനും തമ്മിൽ ഒരു സംയോജനം രൂപാന്തരപ്പെടുന്നു. ഇത് ഏകദേശം 15 വർഷങ്ങൾക്ക് ശേഷമാണ് രാഹുവും ബുധനും അടുത്ത് വരുന്നത് എന്ന് കൂടി അറിയുക. ഇതുമൂലം ചില രാശിക്കാർക്ക് ചില അത്ഭുതകരമായ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഇത്തരത്തിൽ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധന്റെയും രാഹുവിന്റെയും സംയോജനം നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുക. കാരണം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളാണ് സംഭവിക്കുക. പ്രധാനമായും നിങ്ങളുടെ രാശിയിൽ നിന്നുള്ള പണത്തിന്റെയും സംസാരത്തിന്റെയും സ്ഥാനത്താണ് ഈ സംയോഗം രൂപാന്തരപ്പെടാൻ പോകുന്നത് എന്ന് തന്നെ മറ്റൊരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു. അതിനാൽ ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ധനം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായി ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങളുടെ സംസാരവുമായി ബന്ധപ്പെട്ട് ഒരു സ്വാധീനം പ്രകടമാവുക തന്നെ ചെയ്യും. അതിനാൽ തന്നെ മറ്റുള്ളവരെ നിങ്ങൾക്ക് സ്വാധീനിക്കുവാനും തന്മൂലം തനിക്ക് അനുയോജ്യമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ജോലി, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. മറ്റൊരു രാശിയായി പറയുന്നത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹു, ബുധൻ എന്നിവയുടെ സംയോജനം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമാണ് എന്ന് മനസ്സിലാക്കി തരുന്ന സമയമാകുന്നു. കാരണം നിങ്ങളുടെ രാശിയിൽ നിന്നും 9ാം ഭാവത്തിൽ ഈ സംയോജനം രൂപാന്തരപ്പെടാൻ പോവുകയാണ്. അതിനാൽ തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ തന്നെ വന്നു ചേരും. ഭാഗ്യം നിങ്ങളെ എല്ലാ സമയങ്ങളിലും തുണയ്ക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. ഈ സമയം ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം നിങ്ങൾക്ക് വർദ്ധിക്കും. ക്ഷേത്ര കാര്യങ്ങളിലും അല്ലാതെയും നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാകുന്നു. അതിനാൽ ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഈശ്വര ചൈതന്യം നിങ്ങളിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും. അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ടും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകാം. ഈ കാലയളവിൽ നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അതല്ല ബന്ധുക്കൾക്കാണ് എങ്കിലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. നിങ്ങളുടെ പല കാര്യങ്ങളും അത് നിങ്ങൾ ആസൂത്രിതമായി ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ വിജയങ്ങൾ, വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരാം. ആഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ട് എങ്കിൽ അത്തരം ആഗ്രഹങ്ങൾ നിറവേറപ്പെടുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ജോലി ആരംഭിക്കുവാൻ ഏറ്റവും ശുഭകരമായ ഒരു സമയം തന്നെയാകുന്നു. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം തന്നെ നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അത്തരത്തിൽ അനുകൂലമായ സമയം തന്നെയാണ് ഇപ്പോൾ. തീർച്ചയായും നിങ്ങൾ ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹു, ബുധൻ സംയോഗം ഇടവം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങളാണ് നൽകുക. ഈ സമയം നിങ്ങൾക്ക് കരിയറുമായി ബന്ധപ്പെട്ട് ഏറ്റവും അത്ഭുതകരമായ, അതിശയകരമായ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും. എന്നിരുന്നാൽ പോലും ശുഭകരമായ മാറ്റങ്ങൾക്ക് അത് കാരണമായി തീരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഈ സമയം ലാഭം വർദ്ധിക്കുന്ന ഒരു സമയമായി മാറും.
ബിസിനസ് വിപുലീകരിക്കുക, ബിസിനസ്സിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുക, അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു. നിക്ഷേപങ്ങൾ നടത്തുവാനും നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കുവാനും സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാകുന്നു. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്ന ഒരു സമയം കൂടിയാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് സൗഭാഗ്യം വന്ന് ചേരുന്ന ഒരു സമയം തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാകുന്നു. വൃശ്ചികം രാശിക്കാർക്ക് അനുകൂലമാണ് സമയം. രാഹു ബുധൻ സംയോജനം ഈ കാലയളവിൽ വൃശ്ചികം രാശിക്കാരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റും എന്ന കാര്യം തീർച്ച തന്നെയാണ്. ബുധന്റെ സംക്രമണം നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും എന്ന കാര്യം തീർച്ച തന്നെയാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും പിന്തുണ നിങ്ങൾക്ക് വളരെയധികം ലഭിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ലാഭത്തിന് വളരെയധികം സാധ്യത കൂടുതലാകുന്നു. സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ വാർത്തകൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാണ് എന്ന് തന്നെ നാം അറിയണം. അതിനാൽ തന്നെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഈ സമയം ഈശ്വരാധീനം കൂടി വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ ഭാഗ്യം എല്ലാ സമയങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതായി അനുഭവപ്പെടുന്നതാണ്.